റെപ്രസെൻറ്റേഷൻ ജനസംഖ്യാനുപാതികമാകണമെന്ന ഭരണഘടന പറയുന്ന കാര്യം നടപ്പിലാക്കി കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൂർണ്ണമായും അരികുവൽക്കരിക്കപ്പെടും. അവരുടെ റെപ്രസെൻറ്റേഷൻ അവർക്ക് ഒരു വോയിസും ഇല്ലാണ്ടായി മാറും. ഒരു തരത്തിലും അതായത് ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തിൽ ഒരുതരം കോളനീകൃതമായ മേഖലയായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാറുന്നുള്ള കാര്യത്തിലൊരു തർക്കവും വേണ്ട. കാരണം ഇപ്പോൾ തന്നെ പ്ലാൻ എന്താണ്? പാർലമെൻറ്റ് മന്ദിരം പണിതപ്പോൾ തന്നെ 800-ലധികം സീറ്റുകൾ അവിടെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാൻ നമുക്കറിയില്ല എത്ര സീറ്റിലേക്കാണ്. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സീറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല, ജനസംഖ്യാനുപാതികമായി അതിൻ്റെ ബൗണ്ടറീസ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ കൂടിയേക്കാം, കുറഞ്ഞേക്കാം, അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഉയർത്തപ്പെടുന്ന ആശങ്ക ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ സീറ്റ് വർദ്ധിക്കുകയും ദക്ഷിണ സംസ്ഥാനങ്ങളിൽ കുറയുകയും ചെയ്യുന്നുള്ള ആശങ്കയുണ്ട്. ആ ആശങ്കയുടെ കാരണം ഡാറ്റ വെച്ചിട്ടുള്ള, പോപ്പുലേഷൻ വെച്ചിട്ടുള്ള പ്രഡിക്ഷനാണ്. മറ്റൊന്ന് ഈ കറണ്ട് റെജീമിൻ്റെ ഈ സർക്കാരിൻ്റെ ബിഹേവിയറാണ്. അവരുടെ രാഷ്ട്രീയമായ ബിഹേവിയറും രാഷ്ട്രീയമായ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു പ്രഡിക്ഷനാണ് പറയുന്നത് ദക്ഷിണ സംസ്ഥാനങ്ങളിൽ ഇത് കുറയുമെന്നുള്ളത്. അതുകൊണ്ട് നമുക്കറിയില്ല, അത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ വന്നിട്ടില്ല, കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾ നമുക്കറിയില്ല, അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല, ഇതൊന്നും അറിയില്ല. പക്ഷേ ഈ ഡീലിമിറ്റേഷൻ ഒരു പ്രശ്നമാണ് എന്നിരിക്കെ തമിഴ്നാട്ടിൽ നിന്ന് അതിൻ്റെ പ്രൊട്ടസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേരളവും അതിൻ്റെ എതിർപ്പ് അറിയിച്ചിരിക്കുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൊതുവെ അതിനോട് വിയോജിക്കുന്നു. പാർലമെൻറ്റിൽ നടന്ന ഡിസ്കഷൻ നമ്മൾ കണ്ടതാണ്. പാർലമെൻറ്റിലെ ഡിസ്കഷനിൽ വളരെ ബുദ്ധിപൂർവ്വമായി, വളരെ കൗശലപൂർവ്വം സർക്കാർ ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന വനിതാ റിസർവേഷൻ ബില്ലിനെ ഈ ഡീലിമിറ്റേഷനുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ മറ്റൊരു അപകടം കൂടിയുണ്ട്. ഇതിൽ മൂന്നാമത്തെ ഒരു ബില്ല് യൂണിയൻ ടെറിട്ടറീസിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ യൂണിയൻ ടെറിട്ടറീസ് നമുക്കറിയാം, അതിൽ ജനസംഖ്യ പൊതുവെ കുറവായിരിക്കും. അപ്പോൾ ജനസംഖ്യ കുറവാണെങ്കിലും ഒരു നിശ്ചിത ലോക്സഭാ സീറ്റുകൾ ഈ വലിയ ബിഗ്ഗർ യൂണിയൻ ടെറിട്ടറീസിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് ആ ബില്ലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അതായത് വലിയ ജനസംഖ്യയുള്ള യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറഞ്ഞാൽ ഡൽഹി, കശ്മീർ പോലുള്ള വലിയ കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അപ്പോൾ അതിലും കൃത്യമായ ലക്ഷ്യമുണ്ട്. കാരണം ഇപ്പോൾ ഡൽഹി സംസ്ഥാനം തന്നെ എടുക്കുക. ഡൽഹി സംസ്ഥാനത്തിൽ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്, ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. കാരണം വലിയ തോതിൽ മൈഗ്രേഷൻ ഡൽഹിയിലേക്ക് ഉണ്ടാകുന്നുണ്ട്. ആദ്യത്തെ ഈ 60 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിൽ 71 സെൻസസ് പ്രകാരം 50% വർധനമാണ് അവിടുത്തെ ജനസംഖ്യയിൽ ഉണ്ടായിട്ടുള്ളത്. മൊത്തം യു പിയിൽ നിന്ന് ആളുകൾ കുടിയേറുന്നതാണ്. യു പിയിൽ നിന്നുള്ള ആളുകളുടെ കുടിയേറ്റമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ 7 സീറ്റും BJP ജയിക്കുന്ന ഡൽഹിയിൽ ഒരു 20 സീറ്റ് കൂടി അവർക്ക് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? പലപ്പോഴും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP വളരെ ഈസിയായിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഈ യൂണിയൻ ടെറിട്ടറീസ് ബില്ല് തന്നെ കൊണ്ടുവരുന്നതുകൊണ്ട് ഉണ്ടാവും. മറ്റൊന്ന് UP, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റ് വരുന്നതോടുകൂടി BJP ലഭിക്കുന്ന ആനുകൂല്യം. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2014 മോദി അധികാരത്തിലേറുമ്പോൾ അമിത്ഷാ RSSന് കൊടുത്ത വാക്ക് എന്ന രീതിയിൽ വന്ന വാർത്തകൾ എന്താണ്? 50 വർഷം നമ്മൾ ഇന്ത്യ തുടർച്ചയായി ഭരിക്കും, 50 വർഷം. അപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ 50 വർഷം തുടർച്ചയായി ഭരിക്കാൻ തക്ക ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ജനവിധിയായിരുന്നില്ല ഉണ്ടായത്. അത് ഇനിയും ചിലപ്പോൾ അധികാരത്തിൽ നിന്ന് പോയേക്കാം എന്നവർക്ക് ഉറപ്പാണ്. 2029 ചിലപ്പോൾ ജനവിധി തിരിഞ്ഞു വന്നേക്കാം. ഭരണവിരുദ്ധ വികാരം ഗ്രാസ് റൂട്ട് ലെവലിൽ ഉണ്ടായേക്കാം. തങ്ങളുടെ തന്നെ ബാസ്റ്റീനുകളിൽ, അതായത് അവർക്ക് ഉറച്ച വിജയം സമ്മാനിക്കുന്ന സംസ്ഥാനങ്ങളിൽ തന്നെ തിരിച്ചടിവുണ്ടായേക്കാം. UP അതിന് ഉദാഹരണമാണ്. UPയിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ അതിന് ഉദാഹരണമാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ വേറൊരു മാർഗവുമില്ല, വളരെ ബുദ്ധിപൂർവ്വമായി ചെയ്യുന്ന ഒരു ഗ്രാൻഡ് ഓപ്പറേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെ ഏത് വിധേനയും ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന് ചെയ്യാനുള്ളത്. കാരണം ഹാജരായിട്ടുള്ള മൊത്തം പാർലമെൻ്റ് അംഗങ്ങളുടെ 3-1 പേരുടെ പിന്തുണ വേണം. എന്തിന്? ഭരണഘടനാ ഭേദഗതിക്ക് വേണം. 3-2. അപ്പോൾ ആ 3-2 പേരുടെ പിന്തുണ ഉറപ്പാക്കുക എന്നുള്ള ഇന്ത്യ മുന്നിൽ ചെയ്യുക. എൻ്റെ ഇടയിലാണ് TMCയുടെ ചില MP വരില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ബഹളം ഉണ്ടായത്. ഇന്ത്യ യോഗത്തിൽ TMCയും കോൺഗ്രസും തമ്മിൽ ചെറിയ ക്ലാഷ് ഉണ്ടായി. കാരണം അവിടെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തമിഴ്നാട്ടിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ പാർലമെൻറ്റ് സെഷൻ വിളിക്കാൻ എടുത്ത തീരുമാനം തന്നെ വളരെ കൗശലപൂർവ്വം ബുദ്ധിപൂർവ്വമാണ്. ആരും വരാതിരിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. ഇന്ത്യ സഖ്യത്തിന് പ്രാമുഖ്യമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആരും വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ അത് വിളിക്കുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ ഫെഡറലിസത്തിൻ്റെ, രാജ്യത്തിൻ്റെ ഐക്യത്തിന് തന്നെ വിഘാതമാകുന്ന വളരെ സീരിയസ് ആയിട്ടുള്ളൊരു 3 ബില്ലുകളാണ് പാർലമെൻറ്റിൽ എന്നിരിക്കെ ഇന്ത്യ സഖ്യം കുറച്ചുകൂടി കരുതലോടെ, പ്രത്യേകിച്ചും ഇത് ബാധിക്കുന്ന സംസ്ഥാനങ്ങൾ കുറച്ചുകൂടി കരുതലോടെ അവരുടെ എംപിമാരെ കൃത്യമായി അവിടെ ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ നീക്കം അട്ടിമറിച്ചില്ലെങ്കിൽ അത് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് പോകുന്നു. ഇത് ജയിച്ചാലും പരാജയപ്പെട്ടാലും നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇനിയിപ്പോൾ ഈ നീക്കം പരാജയപ്പെട്ടെന്നിരിക്കട്ടെ, അവരത് മാറ്റിവെക്കും, പിന്നെ വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ കൊണ്ടുവരുമായിരിക്കും. ഇപ്പോൾ ഇത് കൊണ്ടുവരുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ, ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ ആവട്ടെ, തമിഴ്നാടാവട്ടെ, മൊത്തത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആസാമിലാവട്ടെ, ഈ സംസ്ഥാനങ്ങളിലേക്കും BJPക്കെതിരായിട്ടുള്ള ഒരു വികാരം കൂടി ഉണ്ടാവും സ്വാഭാവികമായിട്ടും. കഴിഞ്ഞ തുടർച്ചയായിട്ട് 3 വട്ടം അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭരണവിരുദ്ധ വികാരം മറികടക്കും വിധം ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുക, നാരീശക്തി എന്ന മുദ്രാവാക്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇന്ന് അഖിലേഷ് യാദവ് പ്രസംഗത്തിൽ പറഞ്ഞതാണ്,
തും ലോകോനെ നാരീക്കോ നാരാ ബനായ ഹെ, നിങ്ങൾ സ്ത്രീകളെ മുദ്രാവാക്യമാക്കി മാറ്റി എന്നാണ് പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാക്കി ഈ വിഷയത്തെ ഇട്ട് കൊടുക്കുക, ജനങ്ങളുടെ ശ്രദ്ധ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവാനിടയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക. അതാണ് ഇപ്പോൾ മോദി വളരെ വിദഗ്ധമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക.